Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Solve x plus 2y plus z is equal to 0, x plus 4y plus z is equal to 0, x plus 3y plus 2z is equal to 0. ഇത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ പ്രോബ്ലം ആണ്. ax is equal to 0. റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് എല്ലാം സീറോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ പറയുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം. ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ a കണ്ടുപിടിക്കുക. a എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് 1 2 1, സെക്കൻഡ് റോയില് 1 4 1, തേർഡ് റോയില് 1 3 2. ഫസ്റ്റ് റോയില് 1 2 1, സെക്കൻഡ് റോയില് 1 4 1, തേർഡ് റോയില് 1 3 2. അങ്ങനെ 3 റോ നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് അതിന് മുമ്പ് എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ പാർട്ട് ഒക്കെ ഉണ്ടോ നോക്കാം. സിംപ്ലിഫൈ കോമൺ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്ത് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ കുറച്ച് സിമ്പിൾ ആയിരിക്കും. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം 1 to 1 കോമൺ ഫാക്ടർ ഇല്ല. 1 4 1 1 3 2 അങ്ങനെ ഒന്നും കോമൺ ഒന്നുമില്ല. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഫസ്റ്റ് റോയില് 1 2 1, സെക്കൻഡ് റോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. അപ്പൊ ഇവിടെ 0 വരും, ഇവിടെ 2 വരും, ഇവിടെ 0 വരും. 1 ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0, 4 ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 2, 1 ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0. ഇനി R3 നോക്കിയേ, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഇവിടെ 1 ൽ നിന്ന് 1 കുറച്ചാൽ 0, 3 ൽ 2 കുറച്ചാൽ 1, 2 ൽ നിന്ന് 1 കുറച്ചാൽ 1. ഇങ്ങനെ. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ താഴെയുള്ള 0 ആക്കി. ഇനി 2ന്റെ താഴെയുള്ള 1 നമുക്ക് 0 ആക്കണം. 2ന്റെ താഴെയുള്ള 1 0 ആക്കണമെങ്കിൽ അതിന് മുമ്പ് വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. സെക്കൻഡ് റോയിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 2 1 0 1 0. എന്താ ചെയ്തേ? R2 ചേഞ്ചസ് ടു R2 by 2 ഒരു ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ 0 1 1. സെക്കൻഡ് റോയിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. R2 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് that is equivalent to ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അങ്ങനെ തന്നെ നിലനിർത്തുന്നു. 1 2 1 0 1 0. then R3 changes to R3 minus R2. R3 R2 കുറയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് 0 വരും. ഇവിടെ നമുക്ക് 1 ൽ നിന്ന് 1 കുറച്ചാൽ 0 വരും. ഈ 1 ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെന്റ് എത്രയാണ്? -1 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ എക്കലോൺ ഫോം ആയി. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ള എല്ലാം 0 ആക്കി. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ള 0 ആക്കി. തേർഡ് റോയിൽ പിന്നെ താഴെ 0 ഇല്ല. ഇതിൽ എക്കലോൺ ഫോം ആണ്. ഇതിന്റെ റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കാം. റാങ്ക് ഓഫ് എ എന്താണ്? rank of A is equal to 3. number of unknowns. എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1 2 3. നോൺ സീറോ റോസ് 3 ആണ്. ഇതിന്റെ വേരിയബിൾസ്, നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാന്ന് നോക്കിയേ. നമ്പർ ഓഫ് വേരിയബിൾസ് or unknowns that is equal to 3. therefore നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? ട്രിവിയൽ സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. ട്രിവിയൽ സൊല്യൂഷൻ കേസ് 1 പ്രകാരം റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷന്റെ പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ കിട്ടി. ഇനി ആ ട്രിവിയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ എക്കലോൺ ഫോമിനെ നമ്മൾ ഈ ഫോമിലൊക്കെ എഴുതാം. ax is equal to 0 ഫോമിൽ എഴുതുമ്പോൾ 1 2 1 0 1 0 0 0 -1 xy z that is equal to 0 0 0. ഇനി നമുക്കത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് x പ്ലസ് 2y പ്ലസ് z is equal to 0. ഫസ്റ്റ് ഇക്വേഷൻ അതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? y is equal to 0. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? -z is equal to 0. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടും. അപ്പൊ ലാസ്റ്റ് ഇക്വേഷനിൽ നിന്ന് z ന്റെ വാല്യൂ എത്ര കിട്ടി? z equal to 0. രണ്ടാമത്തെ വൈയുടെ വാല്യൂ എത്ര കിട്ടി? y is equal to 0. മൂന്നാമത്തേല് ഈ വൈയുടെ ഇസഡിന്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? എക്സിന്റെ വാല്യൂ 0. അപ്പോ നമുക്ക് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ എത്ര കിട്ടി? 0s കിട്ടി. അപ്പൊ കിട്ടിയ സൊല്യൂഷൻ എന്താണ്? ഒരു ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. 2 കേസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഫസ്റ്റ് കേസ് എന്താണ്? കേസ് 1 റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. then we get a trivial solution. റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ മോർ ദാൻ 1 സൊല്യൂഷൻ ആയിരിക്കും. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്? ട്രിവിയൽ സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതിയെടുക്കാം. ഓക്കെ.